نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ LSS എഴുതുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ, എന്തൊക്കെയാണ് എന്റെ ചക്കര കുട്ടികളെ, എന്തൊക്കെയാണ്? സുഖമാണോ? എല്ലാവർക്കും സുഖമായിരിക്കുന്നില്ലേ? സെറ്റല്ലേ? ചൂടാണ് അല്ലേ? എന്തൊരു ചൂട്, ഭയങ്കര ചൂട് അല്ലേ? ചൂട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണ്ട കേട്ടോ. വീട്ടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ടേ ഫാനോ AC ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇരുന്നിട്ട് നന്നായിട്ട് പഠിച്ചോളൂ. എവിടെയെങ്കിലും ഇരുന്നിട്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ കേട്ടോ. പുറത്തൊക്കെ ഇറങ്ങിന്റെ കത്തിക്കരിഞ്ഞു പോവും ഇല്ലേ? കത്തിക്കരിഞ്ഞു പോവും ഇല്ലേ? ഉണ്ട് കത്തിക്കരിഞ്ഞു പോവും. അപ്പൊ എന്ത് ചെയ്യാ, പുറത്തൊക്കെ ഒന്ന് ഇറങ്ങൊന്നും വേണ്ട, സെറ്റ് ആയിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുക. നല്ല പാട്ടുകളൊക്കെ പാടിയിട്ട് പാട്ടുപാടിയാണ്ടല്ലോ ഒരു രക്ഷയുണ്ടാവില്ല. ഞാൻ പിന്നെ ഭയങ്കര ഗായകനായോണ്ട് നിങ്ങൾ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ പാട്ടുണ്ടാവും. പാട്ട് ഇടക്കിടക്ക് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ചാടി വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നോളാണ്ടി കേട്ടോ. റെഡി? അപ്പൊ എല്ലാരെയും കൂട്ടി വന്നിട്ടുണ്ടാവും. എല്ലാവരെയും കൂട്ടി വരണം. വീട്ടിലുള്ളവരെയും കൂട്ടി ഒന്നും വരണ്ട. LSS ചെയ്യുന്ന എല്ലാരെയും, വീട്ടിലുള്ള ഉമ്മാനെയും വല്യുമ്മാനെയും വല്യുപ്പാനെയും ഓരോന്നും കൂട്ടി വരണ്ട. ഒരവിടെ എവിടെയെങ്കിലും റെസ്റ്റ് എടുത്തോട്ടെ. ഒരു പണ്ടത്തെ കാലത്ത് ഒരുപാട് പഠിച്ച് ഒരുപാട് പണിയെടുത്ത് ഇത്രയും വലുതായി നിൽക്കുകയാണ്. ഇപ്പൊ പിന്നെ LSS പഠിക്കാൻ നിങ്ങൾ വിളിക്കുക, ഓരോന്ന് വിളിക്കട്ടോ. ഒരാളെ നിന്നോട്ടെ സൈഡില്. നിങ്ങളെ കൂട്ടുകാരൊക്കെ LSS എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി അവർക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാവരും പഠിക്കട്ടെ. എല്ലാവരും LSS is our dream. LSS എന്ന് പറയുന്ന ഡ്രീമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കും, അതിനുവേണ്ടി നമ്മൾ പോരാടും, അത് നമ്മൾ വാങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. സെറ്റാണ്. 100 അല്ല 200 അല്ല 10,000 പ്രാവശ്യം നമ്മൾ അത് വാങ്ങിയിരിക്കും. സെറ്റാണ് ഇല്ലേ? സെറ്റാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്? ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ ഈ പറയുമ്പോഴാണ് ഓർമ്മ ഉണ്ടാവുക, ഈ ചെങ്ങായിന്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് കമന്റിൽ ഇങ്ങനെ തീ പാറിക്കുക. നിങ്ങൾ കാണുന്നില്ലേ ബാക്കിയുള്ള നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ട് തീ പാറിക്കുന്നത് കാണുന്നില്ലേ? അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ തീ പാറിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക്, നിങ്ങളുടെ ഓരോ പവറും നിങ്ങൾ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ച് കാണിക്കും. എനിക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ ഓരോ ലൈക്കും. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇതല്ലേ. കഴിഞ്ഞ ആനുവൽ എക്സാമിന് ഓണത്തിനൊക്കെ ഒരുപാട് മാർക്കുകളൊക്കെ കിട്ടി. നമ്മളിങ്ങനെ ആനുവൽ എക്സാംസിന്റെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ എവിടെ നിന്നൊക്കെ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പിന്നെ ഗിഫ്റ്റുകളൊക്കെ എനിക്ക് കൊറിയർ വഴി അയച്ചു തരാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് എന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലൈക്ക് ബട്ടൺ ഓരോ ലൈക്ക് ബട്ടൺ നിങ്ങൾ എന്ത് ചെയ്യുക, അടിച്ച് പൊട്ടിക്കടാ മക്കളെ. LSS നമ്മൾ വാങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. സെറ്റാണ്, നമ്മൾ വാങ്ങിയിരിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് EVS ആണടാ. ഏതാടാ? EVS ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. EVS നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആരൊക്കെയോ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. എന്തിനാടാ ക്ലാസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്? ഇതിൽ അയച്ചാൽ പോലെ, ഇതിലയച്ചാൽ മതി. ലൈവ് കമന്റിൽ അയച്ചോളൂ. ഇപ്പൊ വാട്സപ്പിൽ അയച്ചിട്ട് ഒരു കാര്യമില്ല. വേറെ ആരെങ്കിലും ഞാൻ തരൂല റിപ്ലൈ. വേറെ ആരെങ്കിലും തരും നിങ്ങൾക്ക് റിപ്ലൈ? അഡ്മിന്മാർ ആരെങ്കിലും റിപ്ലൈ തരും? ഞാൻ തരൂല. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുകയല്ലേ. ഓക്കെ, ലൈവ് കമന്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. ഫുള്ള് വായിക്കാനും ഇതാക്കാൻ. നമ്മൾ ക്ലാസ് എടുത്ത് ഇങ്ങനെ പോവാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈവ് കമന്റിൽ അടിച്ച് പൊട്ടിച്ച് കയറ്റി ഫയർ ആക്കി കൊടുക്കും. ഫയർ ഇടടാ, കത്തിക്ക് ലൈവ് കമന്റ് കത്തിക്ക്. ഓക്കെ, പോവുകയാണ് നമ്മൾ. യൂണിറ്റ് 10 നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നടാ മക്കളെ. യൂണിറ്റ് 10. കണ്ണെത്താ ദൂരത്ത് കയ്യെത്താ ദൂരത്ത്. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇല്ലേ? എന്തോ ഒരു ഭയങ്കര സംഭവത്തിന്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്ര ദൂരവും കൈ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ദൂരവും ഇല്ലേ? അവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ? പണ്ട് കാലത്ത്
പണ്ട് കാലത്ത് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു, അങ്ങനെ വിചാരിക്കും, ഒരാൾ മരണപ്പെട്ടെങ്കിൽ ദുബായിൽ ഒരാൾ അറിയിക്കണമെങ്കിൽ ഇവിടുന്ന് കത്ത് എഴുതിയിട്ട് വേണം അറിയിക്കാൻ. 10 ദിവസം ഇവിടുന്ന് ആള് മരിച്ചു പോയിട്ടുണ്ടാവും, 10 ദിവസം മുമ്പ് മരിച്ചിട്ടുണ്ടാവും, കത്ത് കിട്ടുക 10 ദിവസത്തിന് ശേഷമാണ്. ഇന്ന് നമ്മൾ ടപ്പേന്ന് വിളിക്കും ഇല്ലേ? ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ലൈവ് പ്രോഗ്രാം, നിങ്ങൾ വിളിക്കുന്നത്, നിങ്ങളുടെ വാട്സപ്പ്, നിങ്ങളുടെ ഗൂഗിൾ പേ, നിങ്ങളെല്ലാ TV, എല്ലാ സംഭവവും ഇപ്പൊ നമ്മൾ മാറി ടപ്പയാണ് അല്ലെ. ഇങ്ങനെ കണ്ണ് ചെമ്മി തുറക്കുമ്പോഴേക്ക് വാട്സപ്പിലൊക്കെ നമ്മുടെ LSSന്റെ ഗ്രൂപ്പുകളിൽ തന്നെ എനിക്ക് തോന്നുന്നു 6000-ഓളം കുട്ടികൾ LSSന്റെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ബാക്കിയുള്ള ക്ലാസ്സിന്റെ ഗ്രൂപ്പ് വേറെ ഉണ്ട്. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു ഫയൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്റെ ഫോണിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം 3 ഗ്രൂപ്പോ 4 ഗ്രൂപ്പിലെ കമ്മ്യൂണിറ്റിയാണ് നമ്മളത്, 4 കമ്മ്യൂണിറ്റിയിലേക്ക് അങ്ങോട്ട് അയക്കുമ്പോഴേക്ക് 6000 കുട്ടികളെ അടുത്തേക്ക് എനിക്കൊരു സെക്കൻഡ് ടൈം മതി, ഒന്നിങ്ങനെ ക്ലിക്ക് ആക്കുന്ന സമയം മതി. അത് ഉണ്ടാക്കാൻ കുറെ ടൈം ഉണ്ട്, അത് വേറെ കാര്യം. അതല്ല, അയക്കാൻ എനിക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞ സമയം മതി, അത് നിങ്ങളെ കയ്യിലേക്ക് എത്തുകയാണ് അല്ലേ. അത്രയും കാലം മാറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ കൂടുതലൊന്നും ഡയലോഗ് അടിക്കുന്നത്, നമ്മൾ കാര്യത്തിലേക്ക് പോവാണ്. ആദ്യ കാലത്ത് വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന പക്ഷി ഏതാണ്? ഓപ്ഷൻ എ പരുന്ത്, പ്രാവ്, കുയില്, മയില്. പിന്നെ മയിലിനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മയിലാണോ കുയിലാണോ? കുയിലിനെ പിടിക്കാൻ പോയിട്ട് കാണാൻ തന്നെ കിട്ടൂല. കുയിലിനെ കാണാൻ കിട്ടുമോ? പ്രാവാണോ പരുന്താണോ? ഏതാണ്? പ്രാവാണ് അല്ലെ. പ്രാവാണ്, നമുക്കറിയാം, പ്രാവാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോവാണ്. വാർത്തകൾ കാണാനും കേൾക്കാനും കഴിയുന്ന മാധ്യമം ഏതാണ്? വാർത്തകൾ കാണാനും കേൾക്കാനും കഴിയുന്ന മാധ്യമം ഏതാണ്? റേഡിയോ, ടെലിവിഷൻ, പത്രം, ടെലിഗ്രാഫ്. ഇതിലേതാണ്? നമുക്ക് പറയാൻ പറ്റും ടെലിവിഷൻ ആണെന്ന് കേട്ടാ ഇല്ലേ? ഏതായിരുന്നു? ടെലിവിഷൻ. ടി വി കാണലുണ്ടോ? ഇല്ല. TV കണ്ടാ എന്താ പ്രശ്നം? കണ്ണുവേദനയാവും അല്ലേ? TV കണ്ടാ കണ്ണുവേദനയാവും. ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതാ. നിങ്ങളെ മക്കളൊക്കെ നിങ്ങൾ കൂടുതൽ ടൈം ഫോണിലോ നോക്കണ്ടോ, കണ്ണുവേദനയാവും. കണ്ണുപോയി പോകും, ഭയങ്കര കണ്ണുപൊട്ടിപ്പോവും. അടുത്ത്, മേൽവിലാസക്കാരന് കത്തുകൾ നൽകിയിരുന്ന, മണി കിലുക്കിക്കൊണ്ട് ഓടിയിരുന്ന പഴയകാല തപാൽ ജീവനക്കാരനെ പറയുന്ന പേരെന്ത്? മേൽവിലാസക്കാരന് കത്തുകൾ നൽകാൻ മണി വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഓടുക. അങ്ങനെ ഓടുന്ന അയാൾക്ക് പറയുന്ന പേരെന്താണ്? നമുക്കറിയാം. പറഞ്ഞോളടാ ചക്കരകളെ, പറയടാ. എന്താണ്? അഞ്ചൽ ഓട്ടക്കാരനാണ്. നമുക്കറിയാം, ഭയങ്കര ഓട്ടക്കാരനായിരിക്കും. അയാളൊക്കെ സമ്മതിക്കണം അല്ലെ. മണിക്കിരിക്കണ ഇപ്പൊ പറഞ്ഞു വരുന്ന ഏത് വണ്ടിയായിരിക്കും? ഐസ്ക്രീം വണ്ടിയായിരിക്കും. 5 റുപ്യ ഇവിടുന്ന് എടുത്തിട്ട് ഉമ്മ കാണാണ്ട് അല്ലെ ഉപ്പ കാണാണ്ട് പേരൻസ് ഒന്നും അച്ഛനൊന്നും കാണാണ്ട് കീശേന്ന് മേലെ പൊക്കി എടുത്തിട്ട് ഓടിയിട്ട് ഒറ്റോട്ട അല്ലേ. ഐസ്ക്രീം ഇടുന്നുണ്ട്. അങ്ങനെ എടുക്കലുണ്ട് ഞങ്ങൾ? അങ്ങനെ എടുക്കാറില്ല. ചോദിച്ചിട്ടേ പൈസ എടുക്കാം. അവർ നിങ്ങൾക്ക് പൈസ തരും, പക്ഷെ ചോദിച്ചിട്ടേ നമ്മൾ എടുക്കാം കേട്ടോ. അങ്ങനെ എടുത്തോണ്ട് വരും കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ഐസ്ക്രീം. നിങ്ങൾക്ക് ഒരു ബാംഗ്ലൂരിന്റെ കഥയെ പറയാനുള്ളൂ അല്ലേ? ഓക്കെ, റെഡി. അടുത്തത്, ലോകത്തെ ഏറ്റവും പ്രചാരത്തിലുള്ള വാർത്താവിനിമയ ഉപാധി ഏതാണ്? ലോകത്ത് ഏറ്റവും പ്രചാരത്തിലുള്ള, മക്കളെ ശ്രദ്ധിക്കണം, വാർത്താവിനിമയ ഉപാധി ഏതാണ്? പത്രമാണ് അല്ലെ. നമുക്കറിയാം, നമ്മളിങ്ങനെ തമാശ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്തൊക്കെയോ സംഗതികൾ. പാട്ടിന് ജമാന ശഞ്ച പാപോ എനിക്കറിയാം, പാട്ടുപാടാൻ അറിയാം, പാടും. അടുത്തത് പോവുകയാണ് നമ്മള്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോ, ഒന്നില്ലെങ്കിലും ഒരു 3-4 പഠിക്കുമ്പോഴേ നമ്മൾ പഠിക്കുക, ചാൾസ് ബാബേജ് ആണ് അല്ലേ. ചാൾസ് ബാബേജ്. ആദ്യം ആരെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? പപ്പയോ? ഞാൻ ഫുൾ ടൈം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നോ കാണലുണ്ട്. അപ്പൊ വിചാരിക്കും ഞാനായിരിക്കും ഇത് കണ്ടുപിടിച്ചതല്ലേ. പപ്പയല്ല, ചാൾസ് ബാബേജ് ചേട്ടൻ.
ഓക്കെ, പോവുകയാണ് നമ്മൾ അടുത്തതിലേക്ക്. കമ്പ്യൂട്ടറിന്റെ മൗസ് കണ്ടുപിടിച്ചതാര്? ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറാണ് കണ്ടുപിടിച്ചത്. കമ്പ്യൂട്ടറിന്റെ മൗസ് കണ്ടുപിടിച്ചത് വേറൊരാളാണ്, കാൾസ് ആംഗൽസ് ബർട്ട് എന്ന് പറയുന്നത്. കാൾസ് ആംഗൽസ് ബർട്ട്. ഞാൻ ഇട്ടുതരാം കേട്ടോ ഗ്രൂപ്പിലേക്ക് PDF ഉണ്ട്, അപ്പൊ നിങ്ങൾ നല്ലോണം നോക്കി എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് മാർക്കോണി കണ്ടെത്തിയ വാർത്താവിനിമയ ഉപകരണം ഏതാണ്? നമുക്കറിയാം ഏതാണ്. റേഡിയോ ആണ് അല്ലെ, റേഡിയോ. റെഡി. അടുത്തത് ടെലിവിഷൻ കണ്ടെത്തിയതാര്? TV കണ്ടുപിടിച്ചത് ആര് എന്നാണ്? TV കണ്ടുപിടിച്ചത് ജോൺ ബയേർഡ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം. കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, പറഞ്ഞോളൂ. രാജ്യ സമാചാരം അല്ലേ. അടുത്തത് ദേശീയ തപാൽ ദിനം എന്നാണ്. ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10-നും ലോക തപാൽ ദിനം ഒക്ടോബർ 9-നുമാണ്. ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10-നും ലോക തപാൽ ദിനം ഒക്ടോബർ 9-നുമാണ്. വേൾഡ് ലോകം 9-നും ദേശീയം നമ്മുടെ ഇന്ത്യ 10-നുമാണ്. ഒക്ടോബർ 9-ന് ലോക തപാൽ ദിനവും ഒക്ടോബർ 10-ന് ദേശീയ തപാൽ ദിനവും. ഓക്കെ, റെഡി. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റൽ സംവിധാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മക്കളെ? ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റൽ സംവിധാനം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസ്, ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസ് അന്റാർട്ടിക്കയിലാണ്. ഇപ്പൊ നമുക്ക് അന്റാർട്ടിക്കയിലൊക്കെ പോയിട്ട് കുറച്ചവിടെ ഒരു 10-200 അല്ലെ, 10-200 ദിവസം, അല്ല 10-200 ഇല്ലെങ്കിൽ ഒരു 2 മാസത്തോളം മഴ പെയ്യുന്നവരെയൊക്കെ നമുക്ക് അവിടെ താമസിക്കുകയായിരുന്നു അല്ലേ. ഇപ്പൊ നമ്മൾ അന്റാർട്ടിക്ക. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഇന്ത്യയിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച വർഷം ഏതാണ്? 1764-ലാണ്. ടെലിഫോൺ കണ്ടുപിടിച്ച വർഷം എന്ന് പറയുന്നത് 1876 മാർച്ച് 10-നാണ്. 1876-നാണ് നമ്മൾ വിളിക്കുന്ന ടെലിഫോൺ. ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. ഹലോ, റെഡി. അടുത്തത് ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ചുക്കാൻ പിടിക്കുക ഒരു പ്രയോഗമാണ് അല്ലെ. ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ISRO ആണ്. ഏതാടാ മക്കളെ? ISRO. ഇത് അറിയാണ്ട് പോறது കേട്ടാ. തപാൽ സ്റ്റാമ്പ് ശേഖരണം ഇന്നൊരു വിനോദമാണ്. ഈ വിനോദത്തിന് പറയുന്ന പേരെന്ത്? തപാൽ സ്റ്റാമ്പ് ശേഖരണം ഒരുപാട് ആളുകൾ സ്റ്റാമ്പുകൾ ശേഖരിച്ചു വെക്കുന്നുണ്ട്, അതൊരു വിനോദമാണ്. അടുത്തത് നമ്മൾ പോവാണ്. വിവരവിനിമയത്തിന് പണ്ടുകാലത്ത് പ്രയോജനപ്പെടുത്താത്തത് ഏതാണെന്നാണ്. പെരുമ്പറ, ദൂതന്, ടെലഗ്രാമ്, അഞ്ചലോട്ടക്കാരൻ. ഇതിൽ പെടുത്താത്തത്, വിവരവിനിമയത്തിന് പണ്ടുകാലത്ത് പ്രയോജനപ്പെടുത്താത്തത് പെരുമ്പറയാണോ, ദൂതനാണോ, ടെലഗ്രാം ആണോ, അഞ്ചലോട്ടക്കാരനാണോ? ഇതിൽ ഏതാണ്? ടെലഗ്രാം ആണ് അല്ലെ, ടെലഗ്രാം. അടുത്തത് ഏറ്റവും വേഗത്തിൽ സന്ദേശം കൈമാറാനുള്ള സംവിധാനം ഏതാണ്? ഏറ്റവും വേഗത്തിൽ സന്ദേശം കൈമാറാനുള്ള സംവിധാനം എന്ന് പറയുന്നത് തപാലാണോ, പത്രമാണോ, ഇമെയിലാണോ, പ്രാവുകളാണോ? പ്രാവുകളല്ലേ, കാരണം ഇവിടുന്ന് പറത്തിയ വേഗം അങ്ങോട്ട് പോകൂലേ പ്രാവ്? അതല്ലേ പ്രാവല്ലേ? പ്രാവ് ഇവിടുന്ന് പറത്തി വിട്ടാ വേഗം പോകൂലേ? അതാണോ? ഏതാ ഇതില്? തപാൽ, പത്രം, ഇമെയിൽ, പ്രാവ്. ഏതാ? ഇമെയിൽ ആണ് അല്ലെ, ഇമെയിൽ. ഓക്കെ,
റെഡി. എനിക്ക് ആരൊക്കെയോ ഈ മെയിൽ അയക്കുന്നുണ്ട്, വാട്സപ്പിൽ പോരായിട്ട് ആരൊക്കെയോ എനിക്ക് മെയിൽ അയക്കുന്നുണ്ട്. LSS is our dream എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മെയിൽ ID ഒക്കെ ഈ വാട്സപ്പിന്റെ ഇതിൽ എടുത്തു നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം ID, ഫേസ്ബുക്ക് ID, മെയിൽ ID ഒക്കെ നമ്മുടെ വാട്സപ്പിന്റെ പ്രൊഫൈൽ എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും കേട്ടോ. സെറ്റ്. അടുത്തത്, ലോകത്തിലെ എല്ലാ ഭാഗത്തിലേക്കുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനം ഏതാണ്? ടെലിഫോൺ, വാക്കി ടോക്കി, ഇന്റർനെറ്റ്, ഫാക്സ്. ഇതിൽ ഏതാണ് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനം എന്ന് പറയുന്നത്? ഏതാണെടാ മക്കളെ? ഏതാണ് 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 നമുക്കറിയാം. അത് only one internet. Internet ആണ്, ഇന്റർനെറ്റ്. അടുത്തത് ഒരു സന്ദേശം ഒരു കൂട്ടം ആളുകൾക്ക് കൈമാറാൻ ഉപയോഗപ്പെടുത്താവുന്ന സംവിധാനങ്ങളെ പറയുന്ന പേരെന്ത്? ഒരു സന്ദേശം ഒരു കൂട്ടം ആളുകൾക്ക് കൈമാറാൻ ഉപയോഗപ്പെടുത്താവുന്ന സംവിധാനങ്ങളെ പറയുന്ന പേരെന്ത്? ബഹുജന ആശയ വിനിമയ മാധ്യമങ്ങൾ. ബഹുജന ആശയ വിനിമയ മാധ്യമങ്ങൾ. പോലീസ് സേനയിൽ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ആശയവിനിമയ ഉപകരണം ഏത്? ഹലോ കോബ്ര സ്പീക്കിംഗ് സർ. ഓവർ കോബ്ര ഈസ് വെരി ഹലോ കോബ്ര ഇതൊക്കെ കേട്ടിട്ട് ചില സിനിമയിലൊക്കെ അവരിങ്ങനെ പിടിച്ച് ആ സാധനത്തിന്റെ പേരെന്താ? വാക്കി ടോക്കി ആണ് അല്ലേ? വാക്കി ടോക്കി അല്ലേ? ഹലോ കോബ്ര റിപ്പോർട്ടിംഗ് സർ അവിടെ ട്രാഫിക്കിൽ ഒരു പ്രശ്നമുണ്ട് സർ, ഉടൻ തന്നെ ഇടപെടണം സർ. കേട്ടിട്ടില്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോലീസ് ജീപ്പിന്റെ അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ അതിലുണ്ടാവും ഒരു സാധനം, ഒന്ന് ജസ്റ്റ് 2 മിനിറ്റ് അവിടെ നിന്നാൽ മതി, പോലീസുകാരോട് അടിയിട്ടിരുന്നോ. അപ്പൊ സാർ ഇതൊന്ന് കേൾക്കാനാണ്, ഞങ്ങൾ പഠിച്ചതാ വാക്കി ടോക്കി എന്താണെന്നുള്ളത് കേൾക്കാൻ. അതിനുള്ളിലുണ്ട്, അതിനുള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഇപ്പം പോയി കോഴിക്കോട് ജില്ലയിലെ ഭാഗത്ത് 2-3 കവർച്ചാ സംഗമം നടന്നിട്ടുണ്ട്, അവരിപ്പോ ഇതിലൂടെ പാസ് ചെയ്യും, ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടാവും. എന്തൊക്കെയോ പറയുന്നുണ്ടാവും കാര്യങ്ങൾ. ട്രാഫിക് ലൈറ്റ് അവിടെ പ്രശ്നമാണ്, ഒന്ന് കംപ്ലൈന്റ് എന്താണെന്നുള്ളത് ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടാവും. നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്, നല്ലതായി. കോബ്ര റിപ്പോർട്ടിംഗ് സർ. അത് സിനിമ കാട്ടില്ലേ നിങ്ങൾ? കോബ്ര എന്നൊക്കെ പറഞ്ഞിട്ട് സംവിധാനം. കടലിൽ ഒറ്റപ്പെട്ടു പോയ മീൻപിടുത്തക്കാരന് മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ ഏത് സംവിധാനം ഉപയോഗിക്കും? മൊബൈൽ ഉപയോഗിക്കുക അല്ലെ? ഇനി അടുത്ത മൊബൈല്, ഫോണ് ഇതൊക്കെയാ ഉള്ളത് കേട്ടോ. മൊബൈല്, റേഡിയോ, ടെലിവിഷനാ തന്നത്. അടുത്ത് കാലാവസ്ഥാ പ്രവചനം കേൾക്കാൻ ഏത് ഉപയോഗിക്കും? കാലാവസ്ഥാ പ്രവചനം കേൾക്കാനാണ് ഏത് ഉപയോഗിക്കും? റേഡിയോ ഉപയോഗിക്കുക അല്ലെ? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം കാണുന്നത് ഏത് ഉപയോഗിക്കും? TV ഉപയോഗിക്കും. സിമ്പിൾ. വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ട് ആരതി ശേഖരിച്ച വിവരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു, ശരിയായവ കണ്ടെത്തൂ. വിവരങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന പ്രശ്നം ഉണ്ടാവും കേട്ടോ ആ വാക്കിൽ. വിവരങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സഹായിക്കുന്ന വാർത്താവിനിമയ ഉപകരണമാണ് ടെലിവിഷൻ. ശരിയാണ് അല്ലെ? ശരിയാണ്. അടുത്തത്, ഏറ്റവും പുതിയ വാർത്താവിനിമയ മാർഗമാണ് ടെലിഗ്രാഫ്. തെറ്റാണ് അല്ലെ? തെറ്റാണ്. ഫാക്സ് സംവിധാനം വഴി ചിത്രങ്ങൾ മാത്രമേ കൈമാറാൻ സാധിക്കൂ. അതല്ല. അതും തെറ്റാണ്. ലോകത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള വാർത്താവിനിമയ ഉപാധികളിൽ ഒന്നാണ് പത്രം. അത് ശരിയല്ലേ? ശരിയാണ്. ഇമെയിൽ പഴയകാല വാർത്താവിനിമയ മാർഗമാണ്. പോലും അല്ലല്ലോ. അത് തെറ്റാണ് അല്ലെ? പഴയ കാലത്ത് സന്ദേശങ്ങൾ കൈമാറാൻ പക്ഷികളെ ഉപയോഗിച്ചിരുന്നു. അത് ശരിയാണ് അല്ലെ? പക്ഷികളെ ഉപയോഗിച്ചിരുന്നു, അത് ശരിയാണ്. മാർക്കോണി എന്ന ശാസ്ത്രജ്ഞനാണ് റേഡിയോ എന്ന വാർത്താ മാധ്യമം പരിചയപ്പെടുത്തിയത്. അത് ശരിയാണ് അല്ലെ? ശരിയല്ലേ? റിമോട്ട് എടുത്തിരോ? റിമോട്ട്. അകലെ എന്നർത്ഥമുള്ള ടെലിഗ്രാഫിൻ എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ടെലിഗ്രാഫ് എന്ന പേരുണ്ടായത്. അത് ശരിയാണ് അല്ലെ? ശരിയല്ലേ? ശരിയാണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യ
കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ്? ജില്ല, ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? മലപ്പുറത്തുകാരുണ്ടടാ, ലൈക്ക് അടിക്കടാ, നിങ്ങളെ പവർ കാണിക്കും. മലപ്പുറത്തുകാരെ പവർ കാണിക്കും, നിങ്ങളെ പവർ കാണിക്കടാ, പവർ കാണിക്കും. മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല എന്ന് പറയുന്നത്. ഏതാണ്ടാ? മലപ്പുറമാണ് കേട്ടോ, മലപ്പുറം. ഓക്കെ, ഇനി അടുത്തത് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയുടെ പേരെന്ത്? കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയുടെ പേര് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, അത് അക്ഷയയാണ് അല്ലെ, അക്ഷയയാണ്. അടുത്തത് അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറമാണ് കേട്ടോ, മലപ്പുറമാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് കേട്ടോ. ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം. അടുത്തത് വീട്ടിലിരുന്നു കൊണ്ട് ധനകാര്യ ഇടപാടുകൾ ഇന്ന് മൊബൈൽ വഴി നടത്തി വരുന്നു. ഈ സംവിധാനം അറിയപ്പെടുന്നതാണ് മൊബൈൽ ബാങ്കിങ് അല്ലേ. നമ്മൾ ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, പേടിഎം ഉണ്ട്, പിന്നെന്ത് പേയാണുള്ളത്? ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, പിന്നെന്താ ഉള്ളത്? എന്തൊക്കെയോ ഉണ്ട്. ആമസോൺ പേ ഉണ്ട്, ക്രെഡ് പേ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് അല്ലേ, പേകളുണ്ട്, ഒരുപാട് പേകളുണ്ട് അല്ലെ. അപ്പൊ അതുമല്ല പിന്നെ മറ്റുള്ള ഓരോ ബാങ്കിന് SBI, HDFC, ഫെഡറൽ ബാങ്ക്, കാനറ, ഇവർക്കൊക്കെ ആപ്ലിക്കേഷനുകളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മൊബൈൽ ബാങ്കിങ് ആണ് നടത്തുന്നത് അല്ലെ. പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ₹1 അങ്ങോട്ട് അയക്കുന്നു, ₹2 ഇങ്ങോട്ട് വിടുന്നു അല്ലെ. അടുത്തത് കുറ്റാന്വേഷണ രംഗത്ത് പോലീസ് സ്റ്റേഷനുകൾ തമ്മിൽ ആശയവിനിമയം നടത്തി കുറ്റവാളികളെ പിടികൂടുന്ന രീതി അറിയപ്പെടുന്നത് സൈബർ ക്രൈം അന്വേഷണം കേട്ടോ, സൈബർ ക്രൈം അന്വേഷണം. അടുത്തത് ഒരു സമയത്ത് നടക്കുന്ന പരിപാടികൾ അതേ സമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ടിവിയിലും മറ്റും കാണാം. ഇത് അറിയപ്പെടുന്നത് തത്സമയ സംരക്ഷണം. ഇതറിയപ്പെടുന്നത് എങ്ങനെയാണ്? തത്സമയ സംരക്ഷണം. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അല്ലെ, ലൈവ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തത് മൊബൈൽ ഫോണിന്റെ വരവോടെ ഇല്ലാതായ സന്ദേശ കൈമാറ്റ സംവിധാനം ഏതാണ്? മൊബൈൽ ഫോണിന്റെ വരവോടെ ഇല്ലാതായ സന്ദേശ കൈമാറ്റ സംവിധാനം ഏതാണ്? പേജർ ആണ് കേട്ടോ, പേജർ. അടുത്തത് വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന വിശേഷണം ഏറ്റവും അനുയോജ്യമായ വാർത്താ വിനിമയ സംവിധാനം ഏതാണ്? വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന വിശേഷണം ഏറ്റവും അനുയോജ്യമായ വാർത്താവിനിമയ സംവിധാനം എന്ന് പറയുന്നത് വിജ്ഞാനം വിരൽത്തുമ്പിൽ, ഇന്റർനെറ്റ് ആണ് അല്ലെ. ഇന്റർനെറ്റ്. ഏത് വർഷം മുതലാണ് കത്തുകൾ കടലാസിൽ എഴുതി അയക്കുന്ന രീതി തുടങ്ങിയത്? ഏത് വർഷം മുതലാണ് കത്തുകൾ കടലാസിൽ എഴുതി അയക്കുന്ന രീതി തുടങ്ങിയത്? ഏത് വർഷം മുതലാണ് എന്നാണ്? 1871 കേട്ടോ, 1871. അടുത്തത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയുള്ള കാറ്റു വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റേഡിയോയിലൂടെ കേട്ട ഈ വാർത്ത റേഡിയോ നിലയത്തിന് ലഭിച്ചിട്ടുണ്ടാവുക ഏത് കേന്ദ്രത്തിൽ നിന്നാണ്? സെക്രട്ടേറിയറ്റിൽ നിന്ന്, തീരസംരക്ഷണ സേനാ വിഭാഗത്തിൽ നിന്ന്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന്, ഫിഷറീസ് വകുപ്പിൽ നിന്ന്. ഏത് കേന്ദ്രത്തിൽ നിന്നായിരിക്കും? ഇത് നമുക്കറിയാം അല്ലെ. കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാലാവസ്ഥകളും ഒക്കെ എവിടെ നിന്നാണ് വരിക? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ്. നമുക്ക് അറിഞ്ഞൂടെ?
അടുത്തത് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ്. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പ്രകൃതിക്ഷോഭങ്ങളെ പറ്റി മുൻകൂട്ടി അറിയാൻ ഉപഗ്രഹ സംവിധാനങ്ങളുണ്ട്. ഓക്കെ. മാധ്യമങ്ങളിലൂടെ കാലാവസ്ഥാ വാർത്തകൾ അറിയാൻ സാധിക്കുന്നത് കൊണ്ട് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ കഴിയുന്നു. അടുത്തത് പ്രകൃതി ദുരന്തങ്ങൾ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. അടുത്തത് ഉപഗ്രഹ സംവിധാനങ്ങൾ ഉള്ളതിനാൽ പ്രകൃതി പ്രതിഭാസങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നു. ഉപഗ്രഹ സംവിധാനങ്ങൾ ഉള്ളതിനാൽ പ്രകൃതി പ്രതിഭാസങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നു. ഒഴിവാക്കാനൊന്നും കഴിയൂല അല്ലെ. ഉപഗ്രഹ സംവിധാനം ഉണ്ടെങ്കിൽ ഒഴിവാക്കാനൊന്നും മുൻകരുതലുകളൊക്കെ എടുക്കാം അല്ലെ. ഓക്കെ, റെഡി. അടുത്തത് കാലാവസ്ഥാ ഉപഗ്രഹമായ കൽപ്പന 1 പഴയ പേര് എന്താണ്? കാലാവസ്ഥാ ഉപഗ്രഹമായ കൽപ്പന 1 പഴയ പേര് എന്ന് പറയുന്നത് മെറ്റ്സാറ്റ് ആണ് കേട്ടോ. മെറ്റ്സാറ്റ്. ഓക്കേ. മുക്കിലിരിക്കുന്ന സുന്ദരി പെണ്ണിന്റെ മൂക്കു തിരിച്ചാൽ പാട്ട് വരും. മുക്കിലിരിക്കുന്ന സുന്ദരി പെണ്ണിന്റെ മൂക്കു തിരിച്ചാൽ പാട്ട് വരും. ഇത് ഏതാണ്? ആരെ പറ്റിയാണ് ഈ കടങ്കഥ? റേഡിയോനെ പറ്റിയാണ് കേട്ടോ. മൂക്ക് തിരിച്ചാൽ പാട്ട് വരും. ഏതാണ്? റേഡിയോ ആണ്. റേഡിയോ. അടുത്തത് AIR പൂർണ്ണരൂപം എന്താണ്? AIR ഓൾ ഇന്ത്യ റേഡിയോ അല്ലേ. ഓൾ ഇന്ത്യ റേഡിയോ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം എന്ന് പറയുന്നത് ആപ്പിൾ ആണ്. ഏതാ? ആപ്പിൾ. ഇന്ത്യ കഴിഞ്ഞാൽ മഹാത്മജിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച രാജ്യം ഏത്? ഇന്ത്യ കഴിഞ്ഞാൽ നമ്മളെ മഹാത്മാഗാന്ധിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് കേട്ടോ. അമേരിക്ക. അടുത്തത് പിൻകോഡ്. നമ്മൾ പറയല്ലോ പിൻകോഡ് എഴുതണം അല്ലെ. 673-572 അല്ലെങ്കിൽ 673-573 572 ആണ് എന്റേത്. 673-572 എന്റേത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഓരോരോ പിൻകോഡുകൾ ഉണ്ടാവും അല്ലെ. ഓരോ പിൻകോഡുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ പിന്ന് എന്ന് പറയുന്നത്, പിൻ എന്നതിന്റെ പൂർണ്ണ രൂപം പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആണ് കേട്ടോ. ഓക്കേ. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. അപ്പൊ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് അയക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് പുതിയ അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു തോന്നല് അല്ലേ. അങ്ങനെ തോന്നാലോ അല്ലെ. അങ്ങനെ തോന്നിക്കൂടെ ഇല്ലേ? പുതിയ അറിവുകളൊക്കെ കിട്ടിയിട്ടില്ലേ? എനിക്ക് പുതിയ അറിവ് കിട്ടിയിട്ടില്ലെങ്കിലും പഴയത് പഠിച്ചതാണെങ്കിൽ കൂടെ അത് ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടി എടുക്കാനായില്ലടാ. പൊടി തട്ടി എടുക്കാനായില്ലേ? ഇല്ലേ? അപ്പൊ കണ്ടതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? സെറ്റ് ആണെങ്കിൽ ഒരു ഫയർ ഇട്ട് കത്തിക്ക്. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ഫയർ ഇട്ട് കത്തിക്ക്, കാണട്ടെ. ഫയർ ഇട് എല്ലാവരും ഫയർ ഇട്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾ വീഡിയോ കാണുന്നത്, പക്ഷെ ലൈക്ക് വളരെ കുറവാണ്. ലൈക്ക് ഇടാ. അതുപോലെ തന്നെയാ സബ്സ്ക്രൈബ്. ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു ലൈക്ക് കൂടു. പൊളിക്കണം, നമുക്ക് പൊളിച്ചടക്കണം. നമുക്ക് LSS നമ്മൾ വാങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈകുന്നേരം മാരത്തോണും രാത്രി മോഡൽ എക്സാമും ഡെയിലി നമ്മൾ നടത്തുന്നത്. ഡെയിലി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പെരുന്നാളിന് ഡ്രസ്സ് വരെ എടുത്തിട്ടില്ല. ഞാൻ ഡെയിലി എക്സാം നടത്തി, മോഡൽ എക്സാം നടത്തി, EVS അത് നടത്തിയിട്ട് ഓക്കെ റെഡി. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം. ഇനിയാകെ 11 ദിവസങ്ങൾ മാത്രമേ ഇനിയാകെ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ഈ ഒരു 11 ദിവസം പരമാവധി നമ്മുടെ യൂട്ടിലൈസ് ചെയ്ത് പരമാവധി നമ്മൾ ഉപയോഗിച്ച് അടിച്ച് പൊളിച്ച് നമ്മൾ പഠിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ വാങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ വാങ്ങുന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ലൈക്ക് ഇട്ടടാ. രാവിലെ കാണട്ടെ എത്ര ആൾക്കാരുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത്, രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നത്, മെഡിറ്റേഷൻ ചെയ്ത് പഠിക്കാനിരിക്കുന്ന എത്ര പേരുണ്ട്. അവർക്ക് ഉറപ്പാണ് ഒരു 10 മാർക്കെങ്കിലും അവർക്ക് കൂടുതൽ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ജയിക്കൂല എന്നല്ല പറയുന്നത്, ജയിക്കലെല്ലാവരും ജയിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ രാവിലെ എഴുന്നേറ്റ് 10 മാർക്കെങ്കിലും കൂടുതൽ ഉറപ്പായിട്ടും കിട്ടും. നോക്കിക്കോ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ നമ്മുടെ ആ മൈൻഡിലേക്ക് സാധനങ്ങൾ കൊണ്ട് കുത്തി കയറോടോ മൈൻഡിലേക്ക്. അത് മറന്നു പോകൂല. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡ് റിവിഷൻ നമ്മൾ ചെയ്തു നോക്കണം. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ കേട്ട് ഇങ്ങനെ എന്തോ ഒരു പ്രഭാഷണം പോലെ കേട്ടങ്ങ് പോവാണോ ചെയ്യുന്നത്? ചെയ്യുന്നില്ലടാ മക്കളെ, ചെയ്യുന്നില്ലേ? സെറ്റ് അല്ലേ? നിങ്ങൾ പവർ കാണിക്കടാ, പവർ കാണിക്ക്. ഓക്കെ, അപ്പൊ അടുത്തൊരു ലൈവ് ക്ലാസ്, അടുത്തൊരു മോഡൽ എക്സാമിന്റെ ലൈവ് ക്ലാസ് വൈകുന്നേരം രാത്രി നമുക്ക്
നമുക്ക് കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ, സീ യു.